എല്ലാവർക്കും നമസ്കാരം. രണ്ട് നോവലിസ്റ്റുകൾ അവരുടെ രചനയെ പറ്റി സംസാരിക്കാൻ എത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ തടസ്സം വെക്കുന്ന ഒന്നും ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. നോവലെന്ന സാഹിത്യ രൂപത്തെപ്പറ്റിയും അതിൻ്റെ വിശകലനത്തെപ്പറ്റിയുമൊക്കെ സാങ്കേതികമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. എങ്ങനെ മലയാളത്തിൽ ഏത് കാലം തുടങ്ങിയാണ് നോവൽ ആരംഭിച്ചത് എന്നൊക്കെ ക്ലാസ്സുകൾ സാധാരണ ചർച്ച ചെയ്യാറുള്ള പോലെ ചർച്ച ചെയ്യും. പിന്നെ തൊഴിലിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഇത് മോശപ്പെട്ട നോവൽ പഠിപ്പിക്കാൻ കിട്ടുമ്പോഴും അത് കേമാണ് എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് വിശ്വാസം തരില്ല. ഇത് അത്തരം ചില അഭ്യാസങ്ങളൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. ഈ കേരളയിൽ ഇപ്പോഴും ഭാഗ്യം എന്താ വെച്ചാൽ കുട്ടികളെ നോവൽ വായിക്കില്ല. അതിനായിട്ട് നമ്മൾ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും വായിച്ചു കഴിഞ്ഞാൽ നമ്മളെ പറ്റിയുള്ള അഭിപ്രായം ഈ ചില പുസ്തകമാണ്, ഇയാൾ വലിയ കേരളമാണ് എന്ന് പറയുന്നത്. അത് തൊഴിലിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഉപജീവനത്തിന് വേണ്ടി ഏത് ക്രൂരതയും ചെയ്യാറുണ്ട്. ആ നിലയിലാണ് നമ്മൾ. പിന്നെ നോവല് വായിക്കുന്ന ആളുകൾ അതിൻ്റെ സാങ്കേതിക അംശങ്ങളൊന്നും പഠിച്ചിട്ട് നോക്കിക്കൊണ്ടില്ല. ഇത് ഡ്രമാറ്റിക് നോവലാണോ, ഇത് പീരിയഡ് നോവലാണോ, ഇത് നോവൽ ഓഫ് ഫാൻറ്റസി ആണോ, ഇത് നോവൽ ഓഫ് പ്രോഫസി ആണോ, ഇത് റൗണ്ട് ക്യാരക്ടറാണോ, ഇത് ഫ്ലാറ്റ് ക്യാരക്ടറാണോ, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും നോവൽ വായിക്കും. കുറച്ച് ഇതിൽ പോകണം ജോലിക്കാരും വായിച്ചിട്ട് ഇത്രയേ ഉള്ളൂ. വായനക്കാരനാണ് യഥാർത്ഥം ലഭിച്ചത്. ആ നിലയിൽ പുതിയ നോവലിസ്റ്റുകളുടെ പല കൃതികളും അവർ പുതിയ പുതിയ മേഖലകളിലേക്ക് കടന്നു പോകുന്നു. അതൊരു ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു വലിയ ന്യൂനത, നമ്മളുടെ പല നോവലുകളും കഥാപാത്രങ്ങൾ മലയാളികളാണെങ്കിൽ പോലും കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക പൈതൃകം ഇവർ കാണിക്കുന്നില്ല. ഇത് നോവലുകളിൽ അങ്ങനെ വരുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ പഴയ വായനാശീലം കൊണ്ട് അങ്ങനെ തോന്നുന്നതാവാം. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും ആവശ്യമില്ലാത്ത മട്ടിൽ വലിച്ചു നീട്ടാനുള്ളൊരു ശ്രമവും നമ്മളുടെ പല നോവലുകളും കണ്ടെത്തുന്നുണ്ട്. വൃഥാ സ്ഥൂലത. അത് നോവലിനായാലും കഥയ്ക്കായാലും ദോഷം തന്നെയാണ്. എന്തും കുത്തി നിറയ്ക്കാനുള്ള പഴയ ചാക്കല്ല നോവൽ എന്നുള്ള ബോധം ക്രമേണ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നൊരു ഭയത്തിലാണ് ഞാൻ നോവലിനെ പറ്റി പറയുന്നത്. നമ്മളുടെ നോവലുകളിൽ നിന്ന് ചോർന്നു പോയ ഒരംശം നോവലിൻ്റെ നർമ്മബോധം. എല്ലാവരും വളരെ സീരിയസ് നോവലിനെ പറ്റി. ആനവാദിയുടെയും പൊൻകുരിശിൻ്റെയും പിന്മുറക്കാർ, പിന്നമ്മയുടെയും കൂട്ടുകാരുടെയും പിന്മുറക്കാരായിരുന്നു നോവലിസ്റ്റ് നമുക്കില്ല. എല്ലാവരും വളരെ ഗൗരവപൂർവമായിട്ടുള്ള കാര്യമാണ്. എന്തിനെ ഇത്രവിട്ട് ഗൗരവം ഇതാണ് മനസ്സിലാവാത്തത്. എന്നോ ഒരിക്കൽ വന്നു, കുറച്ചു പേരായിട്ട് പരിചയപ്പെട്ടു, തിരിച്ചു പോകുന്നു. ഇതിൽ ഈ ഗൗരവം ധരിക്കേണ്ട അത്ര മൗലിക പ്രശ്നമില്ല. പക്ഷേ പല കഥാപാത്രങ്ങളും അസാധാരണമായ ഗൗരവത്തെ നോവലുകളിൽ കാണിക്കുന്നു. ഗൗരവം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഗൗരവം മാത്രമല്ല ജീവിതം എന്നുള്ള ഒരു ബോധ്യം നമ്മളുടെ പല പുതിയ എഴുത്തുകാർക്ക് ഇല്ല എന്ന് എനിക്ക് പറയുന്നത്. അത് തിരുത്തപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു പഴഞ്ചൻ വിശ്വാസം. ഈ നോവലിൻ്റെ ക്രാഫ്റ്റിനെ പറ്റിയൊക്കെ പറയുന്നതിൻ്റെ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ നോവൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതിൽ നിന്നാണ് ഈ നോവലിൻ്റെ ക്രാഫ്റ്റിനെ പറ്റി നമ്മൾ ചില നിഗമനങ്ങളിലൊക്കെ എത്തിച്ചേരുന്നുണ്ട്. ഇതിലൊന്നും പെടാത്ത മറ്റൊരാളൊരു പുതിയ നോവൽ എഴുതി കഴിഞ്ഞാലോ അപ്പോൾ പിന്നീട് വരുന്നത് പറയും അങ്ങനെ നോവൽ എഴുതാം എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇതെപ്പോഴും നോവലിൻ്റെ പിറകെ പിന്നാലെ നടക്കുന്ന ആളാണ് നിരൂപകൻ.
മുമ്പിൽ കയറി അയാൾ പറയുന്നതല്ല ഇങ്ങനെയാണ് നോവൽ എഴുതേണ്ടത് എന്ന് നിരൂപകനെ പറയാൻ ഒരിക്കലും പറ്റില്ല. ഇങ്ങനെയൊക്കെ നോവൽ എഴുതിയിട്ടുണ്ട് എന്ന് പറയാം, അത് മാത്രമേ ഉള്ളൂ. അപ്പം എപ്പോഴും വായനക്കാരനെ ആണ് അവസാനത്തെ ജഡ്ജ്. അയാൾ തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ടതാണ് നോവൽ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതയാൾ പറയും. പക്ഷേ സർഗാത്മകമായ വായനയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഞാനൊരു നോവൽ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് എനിക്ക് വിശദീകരിക്കാൻ സാധിക്കും. ഞാനൊരു നോവൽ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിശദീകരിക്കാൻ വായനക്കാരൻ എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥയാണ്. നമ്മൾ അത് പലപ്പോഴും ചെയ്യുന്നില്ല. ആരെഴുതി എന്നുള്ളതാണ് പലപ്പോഴും നോവലിൻ്റെ മാനദണ്ഡമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അത് വായനയെ വഴിതെറ്റിക്കുന്നൊരു കാര്യം. റൂബ് എഴുതിയാൽ ഗംഭീര നോവലാവും. എന്തുകൊണ്ടാണ് റൂബ് എഴുതിയാൽ ഗംഭീര നോവലാവും എന്ന് നമ്മൾ പറയുന്നത്? റൂബിനെ കിട്ടിയിട്ടുള്ള നോവലുകളൊക്കെ മിക്കവാറും എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയിട്ടുള്ളതാണ്. പല നോവലുകളും വായിച്ചാൽ മനസ്സിലാവുന്നു. എന്തുകൊണ്ടങ്ങനെ? ഒരാൾ എഴുതുന്നു, സൽമാഷൊരിക്കൽ ചോദിക്കണ്ടായി, ഞാൻ എന്തിനാണ് എഴുതുന്നത്? എൻ്റെ പുസ്തകം വായിക്കുന്ന ആൾക്ക് ഞാൻ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അയാൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നതിനാ എന്ന് മാഷ് വളരെ ഇന്നസെൻ്റ് ആയിട്ട് ചോദ്യം ചോദിക്കും. നോവലിനെ സംബന്ധിച്ചുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വായനക്കാരന് ഒറ്റ വായനയ്ക്ക് മനസ്സിലാക്കിക്കൊള്ളണം എന്ന് സാക്ഷ്യമൊന്നും എനിക്കില്ല. ഒരു പൂവ് വാസനിക്കുമ്പോൾ അതിൻ്റെ സർവ്വ സുഗന്ധവും ആദ്യത്തെ തോന്നണം എന്ന് ഉൾക്കൊള്ളണം എന്ന് പറയുന്നത് ഭ്രാന്താണ്. പക്ഷെ പലതവണ വാസനിച്ചിട്ടും ഒരു പൂവിൽ നിന്ന് ഒരു സുഗന്ധവും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കടലാസ് പൂവാണ് എന്ന് പറയാൻ നമുക്ക് സാമാന്യ വിവേകം മാത്രമാണ്. നമ്മളുടെ പല നോവലുകളും ഈ അപകടത്തിലേക്ക് കൂടി പോകുന്നുണ്ടോ എന്നെനിക്ക് ആശങ്കയുണ്ട്. ഏതായാലും നമ്മളുടെ പുതിയ തലമുറയിൽപ്പെട്ട ഈ രണ്ട് പ്രശസ്ത നോവലിസ്റ്റുകൾ നോവൽ എഴുതുന്നത് അവരെങ്ങനെയാണ് എഴുതുന്നത്, അവരതിനെ അഭിമുഖീകരിച്ച വെല്ലുവിളികൾ ഏതൊക്കെയാണ്, അവർക്ക് കിട്ടിയ ആ അസ്ഥികൂടത്തിൻ്റെ ഉള്ളിൽ എങ്ങനെ ഭാവനയുടെ മജ്ജയും മാംസവും കുട്ടി നിറച്ച് അതിനെ ചൈതന്യവത്താക്കി മാറ്റി തീർത്തു എന്നുള്ള അനുഭവ പാഠങ്ങൾ പങ്കുവയ്ക്കുന്നത് കേൾക്കാനാണ് എനിക്ക് സന്തോഷം. അതുകൊണ്ട് നിങ്ങളെ മുഷിപ്പിക്കാതെ ഞാൻ ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ